ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ചെന്നൈ എയർപോർട്ടിലെ കാഴ്ചകളും നമ്മുടെ യാത്രയുടെ അവസാനവും ആണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ എപ്പിസോഡ് കാണണം. ശ്രീലങ്കൻ എപ്പിസോഡ് ഇന്നത്തോടുകൂടി അവസാനിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ചെന്നൈൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇറങ്ങാനുള്ള ഒരുക്കം. ശ്രീലങ്കയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ്. ഈ ചെന്നൈയിൽ നിന്ന് നമ്മൾ പോകാനും ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് എടുത്തേക്കുന്നത്. ഇങ്ങോട്ട് തിരിച്ചു വരാനിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ചെന്നൈ പിന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പരിസരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എനിക്ക് കുറഞ്ഞ സമയത്ത് ഉള്ള ഫ്ലൈറ്റ് യാത്ര എന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ കൂടുതൽ സമയമാകുമ്പോഴാണ് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കയ്യും കാലമൊക്കെ ഇങ്ങനെ ഒരേ ലെവലിൽ വെച്ചിരുന്നിട്ട് അങ്ങനെ നമുക്കൊരു ക്ഷീണോ കാര്യങ്ങളുണ്ടാകും. ഇത് കുറഞ്ഞ 1 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ്, യാതൊരു പ്രശ്നമോ കാര്യങ്ങളും ഇല്ല. പിന്നെ വിൻഡോ സീറ്റ് ആയിരുന്നു. വിൻഡോ സീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ സീറ്റുകളൊക്കെ കാലിയായിരുന്നു. അപ്പോൾ ഏകദേശം യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ചെന്നൈയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം. ചെന്നൈയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും മെട്രോ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം അവിടെ ടാക്സിക്കാരൊക്കെ ഭയങ്കര ചാർജ് വാങ്ങലാണ്. മെട്രോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഈസിയാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. 40 രൂപ കൊടുത്താൽ മതി ആകെ ചാർജ്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ചെന്നൈ സ്റ്റേഷനിലെത്തും, സെൻട്രൽ സ്റ്റേഷനിലെത്തും. എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ല. അപ്പം ഇനി അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ ട്രെയിൻ ഉണ്ട് പാലക്കാട് വഴിക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അതിന് സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് എ സി ഉള്ളതുണ്ടതിൽ സെക്കൻഡ് എ സി ഉണ്ട്, തേർഡ് എ സി ഉണ്ട്. ഏത് കിട്ടിയാലും പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ചെന്നൈയിൽ ഇങ്ങനെ വെറുതെ നിൽക്കാറുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് ടൈം നോക്കുമ്പോൾ ഫ്ലൈറ്റ് ടൈം പിന്നെ രാത്രി കുറേ കഴിഞ്ഞിട്ടാണ് ഉള്ളത്. ഈ 1.5 മണിക്കുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ്. അപ്പോൾ അതിന് ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെന്നൈൻ്റെ താഴത്തിലൂടെ ഇങ്ങനെ വിമാനം താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ആ കറപ്പുറം ഉണ്ട് ആ ചില്ലിൻ്റെ മുകളിൽ, അപ്പോൾ മാറിയിട്ടില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ചെന്നൈ പട്ടണമാണ് ഈ കാണുന്നത്. അപ്പം ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ടക്ക് ലാൻഡ് ചെയ്തു. ഇനി ഇറങ്ങണം. എന്തായാലും ഒരു 10 മിനിറ്റ് പിടിക്കും. அன்பர்களே, நாங்கள் இப்பொழுது சென்னை சர்வதேச விமான நிலையத்தில் அடைந்துள்ளோம். Minggu di Samsite, kocok itu
അപ്പോൾ ഇപ്പോൾ സമയം കൃത്യം 10 മണി അയക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് അപ്പോൾ ഇവിടെ എത്തിക്കുന്നു. അങ്ങനെ ശ്രീലങ്കൻ ടൂർ കഴിഞ്ഞ് ചെന്നൈയിലെത്തിയിരിക്കുന്നു. ഇനി നേരെ എമിഗ്രേഷനിൽ പോയിട്ട് പാസ്പോർട്ടിൽ സീൽ ചെയ്യണം. ഇമിഗ്രേഷന് താഴെയാണ്. അപ്പം ഇനി താഴേക്ക് പോയിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ ലഗേജ് എടുക്കണം. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി ലഗേജ് എടുക്കണം. ലഗേജ് ഏത് ബെൽറ്റുമ വരും എന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണിക്കും. ഇത് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണിത്. ഇത് ചെന്നൈ നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട്, പിന്നെ ഇവിടെ ചെങ്കൽപ്പട്ടു ജില്ലയിലെ തിരുശൂലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നല്ല ചെടികളൊക്കെ വെച്ച് നല്ല പച്ചപ്പിലെല്ലാം ഉഷാറാക്കി. നമ്മുടെ മുംബൈ എയർപോർട്ടിലും ഇതേപോലെ പച്ച കൊണ്ടൊരു കളിയാണ്. ഞാൻ ഈ ചെന്നൈ എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തത്, ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ യാത്ര ഇവിടെ. ഇവിടുന്ന് ആദ്യത്തെ വിമാന സർവീസ് 1915 പ്രവർത്തിപ്പിച്ചിരുന്നു. പക്ഷേ 1930 ഈ വിമാനത്താവളം കമ്മീഷൻ ചെയ്തത്. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന, ലക്ഷദ്വീപ്, പുതുച്ചേരി ഈ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യക്കായുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തെക്കൻ മേഖല ആസ്ഥാനമാണ് ഈ വിമാനത്താവളം. യാത്രക്കാരുടെ ഗതാഗതത്തിലും വിമാന ഗതാഗതത്തിലും ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ 5ാമത്തെ വിമാനത്താവളമാണ് ഈ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിനു പുറമെ ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്ന കാർഗോയുടെ അന്താരാഷ്ട്ര ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ 4ാമത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഈ ചെന്നൈ വിമാനത്താവളം. നമ്മുടെ ലഗേജ് എത്താനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെ ബെൽറ്റ് നമ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ട് ഈ ചുമരുമ്മൽ മൊത്തം. അപ്പോൾ നമ്മുടെ ലഗേജ് വരുന്നുണ്ട്. ഇനി ലഗേജ് വന്ന് ലഗേജ് എടുത്തിട്ട് നേരെ പുറത്തേക്ക് കിടക്കുക. പുറത്തുനിന്ന് അപ്പം തന്നെ ഇതാണ് പുറത്തേക്കുള്ള പോകുന്ന വഴി. ഇവിടെ അങ്ങ് ദൂരെ കണ്ണ എക്സിറ്റ് എന്നുണ്ടല്ലേ, ഈ എക്സിറ്റിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് കടന്നിട്ട് ഇനി ഇതിൻ്റെ പുറത്തുനിന്ന് തന്നെ മെട്രോ ഉണ്ട്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മെട്രോ ഉണ്ട്. അപ്പോൾ ആ മെട്രോന് കയറിയിട്ട് അങ്ങനെ പോകണം. പുറത്തെത്തിക്കുന്നത് നല്ല സൗകര്യമാണിത് ഈ മെട്രോ ഉള്ളതുകൊണ്ട്. അങ്ങ് ദൂരെ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തൊക്കെ കണ്ട് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ എസ്കലേറ്റർ കണ്ട് മുകളിലേക്ക് കയറുക. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് പോവുക. കുറച്ച് നടക്കണം, അധികം ദൂരമൊന്നുമില്ല. നല്ല സ്റ്റൈലായിരിക്കുന്നു ഇവിടെ കാണാൻ. ഇത് റോഡിനെ ക്രോസ് ചെയ്തിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറുക. പിന്നെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക. 40 രൂപയാണ് ഒരാൾക്ക് ചാർജ്. മെട്രോ വന്നിക്കുന്നു. അപ്പോൾ ഇതിൽ കയറി വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. എനിക്ക് ട്രെയിനിന് ടിക്കറ്റ് ഓക്കെ അല്ല, ഇനി ടിക്കറ്റ് പോയിട്ട് എടുക്കണം. അങ്ങനെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി പുറത്തിറങ്ങി നേരെ കയറ്റം കയറി അങ്ങ്
ഇവിടേക്ക് പോകുക. എവിടേക്ക്? റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെയൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. എസ്കലേറ്റർ ഉണ്ട്, കോണുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ചെന്നൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ മെട്രോ യൂസ് ചെയ്താൽ മതി, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് ഭാഗങ്ങളിലേക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ കണ്ട് പോയി കഴിഞ്ഞാൽ നേരെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും. ഈ ചുവന്ന ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തും. അപ്പോൾ ഇതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇനി നേരെ എമർജൻസി ടിക്കറ്റിനോട്ട് പോകണം. ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിക്കൂടാന്നില്ല. അപ്പോൾ ഒരു 1.5 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ സമയം 11:50 ആയിരിക്കുന്നു. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ ടിക്കറ്റ് ഉണ്ട് പറഞ്ഞു. 1310 രൂപയാണ് സെക്കൻഡ് AC ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ കയറണം. ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട്, പക്ഷേ അതിൽ കയറുന്നില്ല. അപ്പോൾ ഞാനിവിടുന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് റെയിൽവേൻ്റെ തന്നെ. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് പുറത്തിറങ്ങുകയാണ്. നല്ല ഉഴുന്നുവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1:30 മണിയായി. ഞാൻ ട്രെയിനിൽ കയറിയിരിക്കുന്നു. അപ്പോൾ ട്രെയിനിൽ നമ്മളെ 2 സുഹൃത്തുക്കളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരാൾ നമ്മളെ മൃഗ ഡോക്ടറാണ്. അവർ ഈ സെക്കൻഡ് AC എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ വേറെ എമർജൻസിക്ക് ടിക്കറ്റ് കിട്ടിയതാണ്. മറ്റേതൊന്നും ടിക്കറ്റ് ഇല്ലായിരുന്നു. പാലക്കാട് കഴിഞ്ഞ് ടിക്കറ്റ്. അങ്ങനെ സമയം പാലക്കാട് എത്തിയിട്ടുണ്ട്. പുലർച്ചെ 2:30. ഇനി പാലക്കാട് ഇവിടുന്ന് ഒലവക്കോട് നിന്ന് പെരിന്തൽമണ്ണക്ക് ബസ്സിന് പോകണം. അപ്പോൾ ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകണം. ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ. നേരെ 5 മിനിറ്റ് നടക്കേണ്ട ദൂരമുള്ളൂ. ഇവിടുന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. കോഴിക്കോട് പാലക്കാട് ബസ് എപ്പോഴും KSRTC ഉണ്ടാവും. ഓരോ 10 മിനിറ്റിനും രാവിലെ സമയങ്ങളുണ്ട്. പക്ഷേ രാത്രി അങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അറിവ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇനി ഇത് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. KSRTC ബസ് കയറിയിരിക്കുന്നത് ഞാൻ കൃത്യം 4 മണി അയക്കുന്നത്. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് 1 കിലോമീറ്റർ ഞാൻ ഓട്ടോയിൽ വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഓട്ടോ ഇറങ്ങി. ഇനി ഞാൻ നമ്മളുടെ ഗേറ്റ് തുറക്കുകയാണ്. അങ്ങനെ ഇനി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നു. ഇതാണ് നമ്മളുടെ വീടിൻ്റെ മുൻഭാഗം. എല്ലാവരും ഉറക്കത്തിൽ തന്നെയാണ്. എൻ്റെ കയ്യിൽ വീടിൻ്റെ താക്കോലുണ്ട്. അപ്പം ഇനി വീട് തുറന്ന് അകത്തേക്ക് കയറണം. ഞാൻ അവരാരും ഉറക്കം ശല്യപ്പെടുത്തേണ്ട വെച്ചിട്ട് ഞാൻ സ്ഥിരമായിട്ട് താക്കോൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളിംഗ് ബെൽ. അപ്പോൾ ഇനി ഭയങ്കര യാത്രാക്ഷീണുണ്ട്. ഒന്ന് കുളിക്കണം, എന്നിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ നമ്മളുടെ ഡോറ് തുറക്കുകയാണ്. മോളുടെ ചെറിയ സൈക്കിളൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കുന്നത്. പുള്ളിക്കാരത്തി പുറത്ത് ചവിട്ടലുണ്ട്, അത് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം നേരെ ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് നമ്മളുടെ മെയിൻ വാതിൽ. അങ്ങനെ അകത്തേക്ക് കയറുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ശ്രീലങ്കൻ എപ്പിസോഡ് എല്ലാം കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത രാജ്യത്തെ കാഴ്ചകളുമായിട്ട് ഉടനെ ഞാൻ വരാം. ബായ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.